ഇറ്റാലിയൻ ഡിസേർട്ടായ തിരാമിസ് കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് റോ എഗ്ഗ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. റോ എഗ്ഗ് നമുക്ക് പറ്റാത്തതുകൊണ്ട് നമുക്കത് ഒരു ഇന്ത്യൻ വെർഷനിൽ ഉണ്ടാക്കാമെന്ന് കരുതി. ആദ്യം തന്നെ ഞാൻ കോഫിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും പഞ്ചസാരയും പിന്നെ ചൂടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാകുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് തണുത്ത് വന്നോളും. ഇനി ഞാൻ എടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. ഇത് സ്റ്റിഫ് പീക്ക് ഒന്നും ആക്കേണ്ട കാര്യമില്ല, സോഫ്റ്റ് പീക്ക് ആയാൽ മതി. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്രീം ചീസാണ്. മസ്കപ്പോൺ ചീസാണ് സാധാരണ ചേർത്ത് കൊടുക്കുക. അത് കിട്ടാത്തത് കൊണ്ട് ക്രീം ചീസ് ചേർത്താലും മതി. മധുരം നോക്കിയപ്പോൾ കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഐസിങ് ഷുഗർ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോന്നായിട്ട് എടുത്ത് ഈ കോഫിയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഒരു ലെയർ വെച്ചതിന് ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം അതിൻ്റെ മുകളിൽ നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ കൂടി നമുക്ക് ഇതിന് മുകളിലായി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി ഞാനിതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് മൂടി 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് കൊക്കോ പൗഡർ ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഇത് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് റെഡിയായപ്പോഴേക്കും അഭിപ്രായം പറയാനുള്ള ആൾ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും എങ്ങനെയുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ.